ഇന്ന് നമ്മുടെ എല്ലാം സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ജാതീയതയിൽ നിന്നും ഐത്തത്തിൽ നിന്നും മോചനം ലഭിക്കാത്ത ഒരുപാട് ഇന്ത്യക്കാരിന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ പാർലമെന്റ് വർഷകാല സമ്മേളനം അവസാനിച്ചത് ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു പ്രസംഗത്തോടെയായിരുന്നു. ആ പ്രസംഗം നടത്തിയത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖർഗെയാണ്. രാജ്യസഭയിലാണ് അദ്ദേഹം ആ പ്രസംഗം നടത്തിയത്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഖർഗെ. അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ചാണ് രാജ്യസഭയിൽ ഖർഗെ ഇന്നലെ സംസാരിച്ചത്. ആ സമയം രാജ്യസഭയിൽ സമ്പൂർണ്ണ നിശബ്ദതയായിരുന്നു. ആ സമയം ഇന്ത്യയുടെ പാർലമെന്റ് മാത്രമല്ല, രാജ്യത്തെ എല്ലാ മനുഷ്യസ്നേഹികളും ഞെട്ടി. അത്രയേറെ വേദനാജനകമായ ഒരു കാര്യമാണ് ഖർഗെ ഈ രാജ്യത്തോട് പറഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ മാസം 8-ാം തീയതി, അതായത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച, മല്ലികാർജുൻ ഖർഗെ ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടി നടന്നത് രാംലീല മൈതാനിയിലായിരുന്നു. ഉത്തരാഖണ്ഡിൽ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി കോൺഗ്രസ് അവിടെ ഒരു വലിയ റാലി സംഘടിപ്പിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഖർഗെ എത്തിയത്. പരിപാടി കഴിഞ്ഞു, അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷം അവിടെ ആ വേദിയിൽ ഒരു ശുദ്ധീകരണ യജ്ഞം നടന്നു. രാംലീല മൈതാനിയിലെ പരിപാടിയിൽ പങ്കെടുത്തത് ഖാർഗെ എന്ന ദളിതനാണ്. അവിടെ ശുദ്ധീകരിച്ചേ മതിയാകൂ. ആ ശുദ്ധീകരണം നടത്തിയത് ശ്രീരാമസേന എന്ന സംഘടനയാണ്. നോക്കൂ, ഏത് നൂറ്റാണ്ടിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ മല്ലികാർജുൻ ഖാർഗെ? ഈ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനാണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവാണ്. പക്ഷേ പലർക്കും അയാൾ ഇപ്പോഴും ഒരു ദളിതനാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമായൊന്നും കാണണ്ട കേട്ടോ. ഈ രാജ്യത്ത് അക്രമാസക്തമായ ജാതി വിവേചനം ഇന്നും നമുക്കിടയിൽ രഹസ്യമായും പരസ്യമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാർലമെന്റ് ബജറ്റ് സമ്മേളനം നടന്നു. അന്നും രാജ്യസഭയിൽ മല്ലികാർജുൻ ഖർഗെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 12-നാണ് ആ പ്രസംഗം നടത്തിയത്. അത് ഈ രാജ്യത്ത് ഇപ്പോഴും തുടരുന്ന ഐത്തത്തെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചുമായിരുന്നു കേട്ടോ. ഖർഗെ എന്ന് പറഞ്ഞത് മറ്റൊരാൾക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ചാണ്. ആ സംഭവം നടന്നത് ഒഡീഷയിലാണ്. ദളിതയായ ഒരു സ്ത്രീയെ അംഗനവാടിയിലെ പാചകക്കാരിയായി നിയമിച്ചു. അതോടെ അവിടേക്ക് കുട്ടികളെ വിടുന്നത് നാട്ടുകാർ നിർത്തി. കഴിഞ്ഞ 3 മാസമായി ആ അംഗനവാടി പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഖാർഗെ അന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. ഈ രാജ്യത്ത് ജാതിയുടെ പേരിൽ കൊടുമനീതികൾ ഇപ്പോഴും തുടരുകയാണ് എന്നുകൂടി ഖാർഗെ പറഞ്ഞു. കഴിഞ്ഞ സമ്മേളനത്തിൽ മറ്റൊരാളുടെ അനുഭവമാണ് പറഞ്ഞതെങ്കിൽ 4 മാസങ്ങൾക്കിപ്പുറം ഇന്നലെ സ്വന്തം അനുഭവമാണ് ഖാർഗെക്ക് രാജ്യസഭയിൽ പറയേണ്ടി വന്നത്. നോക്കൂ, തികഞ്ഞ പക്വതയോടെയാണ് കേട്ടോ ആ വിഷയം പാർലമെന്റിൽ ഖാർഗെ അവതരിപ്പിച്ചത്. ഈ സംഭവത്തിൽ ഏതെങ്കിലും ജാതി വിഭാഗങ്ങളെയോ BJP-യെയോ കുറ്റപ്പെടുത്താൻ താനില്ല എന്നുകൂടി ഖാർഗെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ദ സ്റ്റിംഗ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മയുടെ ദംശനം, അത് തനിക്കൊരിക്കൽ കൂടി ഏൽക്കേണ്ടി വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.